ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹപാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ തിരികെ എത്തിക്കണം എന്ന ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. രേഷ്മ ബാബുവിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ആരായാം. രേഷ്മ, വീണ്ടും ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും രൂക്ഷ വിമർശനം എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിലും ഈ വിഷയത്തിലും ഉണ്ടായി എന്ന് മനസ്സിലാക്കണമോ? എന്താണ് വിശദാംശങ്ങൾ ആദ്യം? ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നേരത്തെ അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാനായിട്ടാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ച സമയത്ത് വളരെ വലിയ രീതിയിലുള്ള വിമർശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതായത് അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറുടെയോ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയാണ് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായിട്ട് ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അനുചിതമെന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വിലയിരുത്തൽ. അതുമാത്രമല്ല, നേരത്തെ മുൻ കാലങ്ങളിൽ തന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡിനോട് പറയുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറോട് പറഞ്ഞിരുന്നു. അതായത് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തണമെന്നുള്ളതായിരുന്നു തന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഏകദേശം 2 വർഷത്തോളമായി ആ കാര്യം പറഞ്ഞിട്ട്, എന്നിട്ട് ഇത്രയും നാൾ സമയമുണ്ടായിരുന്നു മുൻകൂറായിട്ട് അനുമതി നേടാനായി. പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രം അനുമതി തേടാതെ ദേവസ്വം ബോർഡ് സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ പാളികൾ ഇളക്കി അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും നിലവിൽ കൊണ്ടുപോയ പാളികൾ എത്രയും വേഗം തിരികെ എത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിശദാംശങ്ങൾ, ഈ കൊണ്ടുപോയത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, ഇതടക്കമുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നൽകുകയും വേണം. വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല, തന്റെ അനുമതി ഇല്ലാതെയും ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതുമാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കടത്തിയെന്നുള്ളതായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരുന്നു ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത്. എന്തായാലും ഇടക്കാല ഉത്തരവിൽ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരണമെന്നുള്ള കർശന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. സാധാരണ രീതിയിൽ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുന്നേ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകൾ നിലവിലുണ്ട്. അതായത് കൃത്യമായിട്ട് മുൻകൂർ അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശബരിമലയുടെ ചുമതലയുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും നേടണം. അങ്ങനെയെങ്കിൽ മാത്രമേ വിഗ്രഹങ്ങളുടെ ആണെങ്കിലും മറ്റ് മുദ്രവാലയുടെ ഒക്കെ ആണെങ്കിലും അറ്റകുറ്റപ്പണിയോ മറ്റ് ചടങ്ങുകളോ ഒക്കെ തന്നെ നടത്താൻ പാടുള്ളൂ. പക്ഷേ ഇതൊക്കെ തന്നെ, ഈ ഉത്തരവുകൾ, കോടതിയുടെ ഉത്തരവാണെങ്കിലും അനുമതി നേടുന്ന കാര്യത്തിലെ മാർഗനിർദ്ദേശമാണെങ്കിലും ഒക്കെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഈ സ്വർണ്ണപ്പാളിക തിരികെ കൊണ്ടുവരാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇത് വാർത്ത ആയതിന് തൊട്ട് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ അധികൃതർ പോലും വിശദീകരണമായിട്ട് വന്നത്. തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു, അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പക്ഷേ തന്ത്രിയുടെ അനുമതി മാത്രം പോരാ, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണം. ഇതൊന്നും തന്നെ കൃത്യമായിട്ട് പാലിക്കാതെയാണ് ദേവസ്വം ബോർഡ് സാധാരണ എന്തോ ഒരു വസ്തു എടുത്തുകൊണ്ട് പോകുന്ന ലാഘവത്തോടു കൂടി ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികകൾ എടുത്ത് ഇളക്കി മാറ്റി കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും സാധാരണ രീതിയിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വിഗ്രഹങ്ങളിലെ അറ്റകുറ്റപ്പണി അടക്കം സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടത്തേണ്ടത്. അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രവൃത്തികളൊക്കെ തന്നെ ചെയ്യാവൂ എന്നാണ് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാലിച്ചില്ല. നേരെ ഈ സ്വർണ്ണപ്പാളികകൾ ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കടത്തുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുകയാണ്. എത്രയും വേഗം കൊണ്ടുപോയ സ്വർണ്ണപ്പാളിക തിരികെ കൊണ്ടുവരാനായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനു.
തീർച്ചയായും രേഷ്മ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഈ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിനെതിരെ നടത്തിയിരുന്നു. അതിൽ രേഷ്മ തന്നെ ഇപ്പോൾ വിശദീകരിച്ചതുപോലെ സ്വർണ്ണപ്പാളി കോടതി അനുമതി ഇല്ലാതെ നീക്കിയത് ശരിയല്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു. മാത്രമല്ല കോടതിയുടെ അനുമതി തേടാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നല്ലോ ബോർഡിന്റെ പക്കൽ. ഇത് നേരത്തെ വാർത്തയായിരുന്നപ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്ന് കോടതിയും അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. ആവശ്യമായ സമയം ബോർഡിനുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇതിൽ അനുമതി തേടിയിട്ടില്ല. ഇത് അറിയിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായി എന്തിനങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നതല്ലേ കോടതിയുടെ ചോദ്യം? അതെ അനു, അതായത് നേരത്തെ തന്ത്രി തന്നെ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളിക അത് അറ്റകുറ്റപ്പണി നടത്തണമെന്നുള്ള ഒരാവശ്യം സ്പെഷ്യൽ കമ്മീഷണറോട് ഉന്നയിച്ചിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ, ഏകദേശം നാളുകൾ ഒരുപാടായി. എന്നിട്ട് കൂടി ഇപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ പാളിക ഇളക്കി മാറ്റി അത് അറ്റകുറ്റപ്പണി നടത്തണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ അതിനു കൂടി ശബരിമലയുടെ മുഴുവൻ കാര്യങ്ങളിലും ചുമതലയുള്ള സ്പെഷ്യൽ കമ്മീഷണറെ ഒഴിവാക്കി ഹൈക്കോടതിയാണ് സാധാരണ രീതിയിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഈ ശബരിമല കാര്യങ്ങളും പ്രവൃത്തികൾക്കും അന്തിമാനുമതി നൽകേണ്ടത്. ഹൈക്കോടതിയോട് കൂടി കൂടിയാലോചന നടത്താതെ, അനുമതി തേടാതെ, ഉത്തരവ് നേടാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വന്തം ഇഷ്ടപ്രകാരം പാളിക ഇളക്കി മാറ്റിയത്. അത് മാത്രമല്ല, ഹൈക്കോടതി നേരത്തെ ഇറക്കിയ ഉത്തരവിലൊക്കെ തന്നെ സന്നിധാനത്ത് വെച്ചാണ് ഇത്തരം വിഗ്രഹങ്ങളുടെ ആണെങ്കിലും സ്വർണ്ണ പാളികയുടെ ആണെങ്കിലും അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. അതിൽ തന്നെ മുൻകൂർ അനുമതി തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒപ്പം തന്നെ തന്ത്രിയുടെ അനുമതിയും ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ മുന്നേ ഉള്ള ഉത്തരവ്. പക്ഷെ ആ ഉത്തരവുകളൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടു. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഹൈക്കോടതി ചോദിച്ചത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. നേരത്തെ തന്നെ തന്ത്രി ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഇത്രയധികം നാളുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുവാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറോട് ഈ വിഷയം ആരാഞ്ഞുകൊണ്ട് അനുമതി തേടുവാനോ ദേവസ്വം ബോർഡ് അധികൃതർക്ക് സാധിച്ചില്ല? അക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരം നൽകുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രസക്തം. എന്തായാലും കൊണ്ടുപോയ ചെന്നൈയിലേക്ക് കടത്തിയ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി ദേവസ്വം ബോർഡിന്റെ മുന്നിലുള്ള ഏക പോംവഴി. അത് കൊണ്ടുവന്നതിന് ശേഷം വിശദമായിട്ടുള്ള വിശദീകരണം റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതി നൽകണം. ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറുമാണ് ഇക്കാര്യത്തിൽ വിശദീകരണം സമർപ്പിക്കേണ്ടത്. ഈ വിഷയം അല്ലെങ്കിൽ ഈ സംഭവം അത്യധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് പരിഗണിക്കുകയും ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി കൂടാതെ ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി നടത്തിയത് അത് അത്യധികം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കൃത്യമായിട്ട് ഹൈക്കോടതി പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത് തിരികെ എത്തിക്കാനായിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും വെള്ളിയാഴ്ച ഈ ഈ റിപ്പോർട്ട് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം ഈ തിരികെ എത്തിച്ചതിന്റെ കാര്യങ്ങളും മറ്റ് വിശദാംശങ്ങളും ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ വിശദീകരിക്കണം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ആർ വി ബാബു, താങ്കളുടെ ആദ്യ പ്രതികരണം. അല്ല, ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളിക തിരികെ ഏൽപ്പിക്കണം എന്ന ഹൈക്കോടതി വിധിയെ വളരെ സ്വാഗതാർഹമാണ്. ഭക്തജനങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വിധിയാണ്. കോടതിയുടെ വിധി മറികടന്ന് ലംഘിച്ച് ദേവസ്വം ബോർഡ് തികച്ചും ഏകപക്ഷീയമായി നടത്തിയ ഒരു നീക്കമാണ്. അത് ഹൈക്കോടതി നേരിട്ട് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസപ്രദമാണ്. ദേവസ്വം ബോർഡിന് ശബരിമല ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ എന്തും ചെയ്യാം എന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസം ഈ വിധിയിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയ്യപ്പ സംഗമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡിന്റെ ഓരോ നടപടിക്രമങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങേറ്റം വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ബോർഡായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. ഇതിൽ എന്തെങ്കിലും നിഗൂഢത അല്ലെങ്കിൽ ഗൂഢാലോചന നമ്മൾ സംശയിക്കുന്നുണ്ടോ ശ്രീ ആർ വി ബാബു? സ്വാഭാവികമായും ഭക്തരുടെ ഭാഗത്ത് നിന്ന് വന്ന ആദ്യ പ്രതികരണം അങ്ങനെയായിരുന്നു. സ്വർണ്ണപ്പണികളൊക്കെ സന്നിധാനത്ത് തന്നെ നടത്തണമെന്ന കോടതി നിർദ്ദേശം നിലവിലുണ്ടായിട്ടും കോടതിയെ അറിയിക്കാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങനെ ഒരു കടത്ത് എന്തിനായിരുന്നു എന്നത് സ്വാഭാവികമായ ചോദ്യമല്ലേ? അല്ല, ഇത് സത്യത്തിൽ ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കോടതിയുടെ വിധിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഈ സ്വർണ്ണത്തിന്റെ പണി തുടങ്ങിയതൊക്കെ സന്നിധാനത്ത് തന്നെ ചെയ്യണം എന്നുള്ള വിധി മറികടന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്.
ഇതെല്ലാം വലിയ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭസ്മക്കുളം, പ്രത്യേകമായിട്ടൊരു ഭസ്മക്കുളം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി. അതേപോലെ 18-ാം പടിക്ക് മുകളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള നടപ്പുതലാക്കുന്ന സമീപനം ഉണ്ടായി. ഇതെല്ലാം ഭക്തജനങ്ങളുടെ താല്പര്യമല്ല. ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്ന തീരുമാനങ്ങളാണ്. അവിടെയൊക്കെ അതിന്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യമുണ്ട്, മറ്റു പല താല്പര്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ സാമ്പത്തിക താല്പര്യങ്ങൾ എന്താണെന്നും അത് ആർക്കൊക്കെയാണ് അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നും ഒക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കേസാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പോലും ദേവസ്വം ബോർഡ് ഈ തരത്തിലുള്ള ഒരു ധിക്കാരപരമായ നിലപാടെടുക്കുമ്പോൾ ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. ശബരിമല പോലുള്ള ക്ഷേത്രത്തിൽ കോടതിയുടെ മോണിറ്ററിംഗ് കൃത്യമായിട്ടും നിലവിലുള്ളപ്പോഴാണ് ദേവസ്വം ബോർഡ് ഈ തരത്തിലുള്ള ധിക്കാരപൂർവമായ നിലപാടെടുക്കുന്നത്. അപ്പോൾ ബാക്കി ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? അവിടെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സുതാര്യതയുണ്ടോ? പരിപൂർണമായും സുതാര്യതയില്ലാതെ എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് നടത്തുന്ന അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹപാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണം, ഉടൻ തന്നെ തിരികെ എത്തിക്കണം എന്നുള്ള ഇടക്കാല ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു വീണ്ടും ചേരുകയാണ്. രേഷ്മ, ഈ കോടതി ലക്ഷ്യത്തിന് തുല്യം എന്ന് കരുതേണ്ടി വരുമോ? കാരണം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് കോടതിയെ അറിയിക്കുക പോലും ചെയ്യാതെ ഇത്തരത്തിലൊരു കടത്ത് നടത്തിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ഇത്തരത്തിൽ ഇളക്കണമെങ്കിൽ ഹൈക്കോടതിയെ അറിയിച്ച ഒരു സമിതിയൊക്കെ നിയോഗിക്കണമായിരുന്നു, സ്പെഷ്യൽ കമ്മീഷണറെ എങ്കിലും അറിയിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശബരിമല എന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ക്ഷേത്രമാണ്. ശബരിമലയിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. ഒപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണർ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിക്കൊണ്ട് അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ അറിയിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ഏതൊരു പ്രവർത്തനത്തിനും അല്ലെങ്കിൽ പ്രവർത്തിക്കാണെങ്കിലും മുൻകൂർ അനുമതി അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളി കടത്തിയത്. അത്യധികം ലാഘവത്തോടു കൂടി എന്ന് പറയേണ്ടി വരും. കാരണം വെറുതെ ഒരു സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്ന ലാഘവത്തോടു കൂടിയാണ് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇളക്കിക്കൊണ്ട് പോയത്. സന്നിധാനത്ത് വെച്ച് ആ തിരുനടയിൽ വെച്ച് വേണം ഈ വിഗ്രഹങ്ങളിലെ ആണെങ്കിലും അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് സാധാരണ രീതിയിൽ അവിടെ അല്ലെങ്കിൽ ഇറക്കിയിട്ടുള്ള ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവ്. പക്ഷെ അതൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടു. പകരം ചെന്നൈയിലേക്ക് നേരെ ഇത് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഈ വിവരം സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച വേളയിലാണ് പുറം ലോകവും ഈ വിഷയം അറിയുന്നത്. എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ തന്നെ പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അതേ ഗൗരവത്തോടുകൂടി ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടാണ് തിരികെ എത്രയും വേഗം സ്വർണ്ണപ്പാളിക എത്തിക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുന്നിലുള്ളത് ഈ തിരികെ കൊണ്ടുവരുന്ന വേളയിലും കൊണ്ടുപോകുന്ന വേളയിലും യാതൊരു കേടുപാടുകളും ഈ സ്വർണ്ണപ്പാളികൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് നിസ്സംശയം ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടി വരും. ഒപ്പം തന്നെ എന്ത് സാഹചര്യത്തിലാണ് മുൻകൂർ അനുമതി തേടാതെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്, ഇക്കാര്യത്തിലും കൃത്യമായ വിശദീകരണവും മറുപടിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നൽകണം. എന്തായാലും അതിനു മുന്നേ വിശദീകരണവും റിപ്പോർട്ടും ഹാജരാക്കുന്നതിന് മുന്നേ തന്നെ ഒരു പെട്ടെന്നുള്ള നടപടി എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി നിലവിൽ. വീണ്ടും ചേരുകയാണ് നമ്മളോടൊപ്പം ശ്രീ എസ് ജയകുമാർ. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? ദേവസ്വം ബോർഡിന്റെ ശബരിമല സുരക്ഷയും അതുപോലെ തന്നെ അവിടുത്തെ ആചാരപരമായ അനുഷ്ഠാനങ്ങളിലും എല്ലാമുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ അയ്യപ്പന്റെ അതല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളുടെ സുരക്ഷ, ഇതെല്ലാം ഏറ്റവും അപകടത്തിലാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഒരിക്കലും അത് ഒരു ഭക്തനും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നടപടിയായിപ്പോയി ദേവസ്വം ബോർഡ് കാണിച്ചത്. കാരണം കോടതിയെ സംബന്ധിച്ചോളം നമുക്കറിയാം, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ വളരെയധികം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് കോടതി അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ടോ അതിനൊക്കെ മുമ്പ് തന്നെ അനുവാദം വാങ്ങി അത് വേണ്ട തരത്തിൽ സുരക്ഷിതമായ രീതിയിൽ വേണം, അത് എന്തെങ്കിലും റിപ്പയർ ആണെങ്കിലും അല്ലെങ്കിൽ മാറ്റുന്നതാണെങ്കിലും ഒക്കെ ഒരു തീരുമാനം വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പ്രത്യേകിച്ച് ഇത് സ്വർണം കൂടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നിസ്സാര കാര്യമല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നിരുത്തരവാദമായ രീതിയിൽ അവിടെ അഴിച്ചെടുത്ത്
അതും ആരുടെയോ ചില ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടിയിൽ അത് കടത്തിക്കൊണ്ടുപോയി എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മോഷണത്തിന് തുല്യമാണ്. ഇത് മോഷണത്തിന് കേസെടുക്കേണ്ട ഒരു വിഷയമാണിത്. അതല്ലാതെ വെറുതെ കൈകാര്യം ചെയ്യേണ്ടതല്ല. എന്തായാലും കോടതി അത് വേണ്ട തരത്തിൽ പരിഗണിച്ചു. അത് ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് തന്നെ ഒരു ആശ്വാസമുണ്ട് ഭക്തജനങ്ങൾ. പക്ഷേ ഇത് അഴിച്ചുകൊണ്ട് പോയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ട് വരും. അതിലെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, എവിടെയായിരുന്നു ഇത് ഇത്ര നേരം, ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം കൂടെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഏതായാലും സാധനം തിരിച്ചു വന്നിട്ടായാലും ശരി അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഇത്തരം സ്വർണ്ണ ഉരുപ്പടികളുടെ കാര്യത്തിലായാലും ശരി, അല്ലെ വിഗ്രഹത്തില് അല്ലെങ്കിൽ പൊതിഞ്ഞിരിക്കുന്ന പല സ്വർണ്ണപ്പാളികളും അവിടെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെയും അത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണമെന്ന് പ്രത്യേകം കോടതിയുടെ ഉത്തരവുണ്ട്, മുൻപ് തന്നെ ഉത്തരവുണ്ട്. അവിടെ വെച്ച് ചെയ്യുക മാത്രമല്ല, ഓരോ ദിവസവും അത് തൂക്കത്തിൽ നോക്കി രാവിലെ പണി തുടങ്ങി വൈകുന്നേരം തിരിച്ചു വെക്കുമ്പോൾ അതിന്റെ തൂക്കം ശ്രദ്ധിച്ച് അതിലെന്തെങ്കിലും സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കൊക്കെ ഉൾപ്പെടെ സേഫ് ലോക്കറിൽ വെക്കുകയും അടുത്ത ദിവസം രാവിലെ അത്തരത്തിൽ തിരിച്ചെടുക്കുകയും അത് ആ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം പ്രത്യേകിച്ച് കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോയെന്നുള്ളത് കൊണ്ട് തന്നെ ദുരൂഹതയുണ്ട് എന്ന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇത് തിരികെ എത്തിച്ച് അതിന്റെ പരിശോധന നടത്തി ഈ ദുരൂഹതയ്ക്ക് ഉരുക്കഴിക്കണം. അതാരാണോ ഈ നടപടിക്ക് മുന്നിട്ടിറങ്ങിയത് അവരുടെ പേരിൽ കടുത്ത ശിക്ഷ, അവരെ ശബരിമലയിൽ നിന്ന് മാറ്റണം. ഒരു കാരണവശാൽ ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ ഇത്തരം ക്ഷേത്രങ്ങളുടെയോ ഉത്തരവാദിത്തത്തിൽ നിന്ന് അത്തരം ആരൊക്കെയാണോ തീരുമാനമെടുത്ത് ഉടനടി അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണമായാലും ശരി. ഇത്തരത്തിലുള്ള കള്ളന്മാരെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു സുരക്ഷിതമായ ഒരു ക്ഷേത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ശക്തമായ രീതിയിൽ കോടതി നടപടി ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇനിയും തുടരന്വേഷണങ്ങളും അതിന് നടപടി ഉണ്ടാവും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത എനിക്ക് തോന്നുന്നു ഇനി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ട് വരുന്നു എന്നും കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീ എസ് ജയകുമാർ, ഒന്നുകൂടി താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൃത്യമായ കോടതി നിർദ്ദേശങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ അത് മറികടന്ന് ഇങ്ങനെ ഒരു കടത്തിന് ധൈര്യപ്പെടുന്നു എങ്കിൽ ഇതൊരു കോടതി അലക്ഷ്യത്തിന് സമാനം എന്ന് വേണ്ടേ നമ്മൾ വിലയിരുത്താൻ? തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ ഭരിക്കുന്ന ഇടതുപക്ഷം നമ്മൾ എത്രയോ കാര്യങ്ങൾ കണ്ടിരിക്കുന്നു. അവർ ഒരു കാരണവശാലും കോടതിയോ നിയമത്തെയോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയോ ഭരണഘടനയോ അംഗീകരിക്കാത്തവരാണ് എന്ന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ അവരൊക്കെ എത്രയോ വിമർശനമാണ് കോടതിക്ക് നേരെ ഓരോ വിഷയത്തിൽ കൊണ്ട്. അവർക്ക് നേരെ കോടതിയുടെ പരാമർശം ഉണ്ടായാൽ അതല്ലെങ്കിൽ അവർ ചെയ്ത അവരുടെ ആളുകൾ ചെയ്ത കുറ്റങ്ങളുടെ വിഷയത്തിലായാലും ശരി അവർ കോടാനുകോടി രൂപ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. അവർ അക്രമികളുടെ കൂട്ടത്തിലാണ്, മോഷണക്കാരുടെ കൂട്ടത്തിലാണ്. ഇന്നിപ്പോ അമ്പലക്കള്ളന്മാരെന്നൊരു പേരും കൂടെ ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതി അലക്ഷ്യമുണ്ട്, അത് നിരുത്തരവാദ പെരുമാറ്റമുണ്ട്. ഒരു കാരണവശാലും ഇത്തരം ക്ഷേത്ര സംവിധാനങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ആളുകളെയാണ് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അത് എത്രയും പെട്ടെന്ന് അവരുടെ കടുത്ത നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോടതി അലക്ഷ്യത്തിന്റെ ഒരു കാര്യം കൂടെ ഇതിന് അകത്ത് വരുന്നുണ്ട്. കോടതി അത് തിരികെ എത്തിയതിനു ശേഷം എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതിന് പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയും കോടതി അലക്ഷ്യത്തിനുള്ള നടപടിയും അത്തരം ശിക്ഷാമാർഗങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ കാവൽ നിൽക്കേണ്ട വഴിയാണ്. ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ കാവൽ നിൽക്കണം. കാരണം ഈ കള്ളന്മാരെ കാവലേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരമൊരു സർക്കാരാണ്, ഈ ദേവസ്വം ബോർഡാണ് ഇന്ന് ആഗോള തലത്തിലുള്ള അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടി പമ്പയിൽ കൂടുന്ന സമ്മേളനം. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്, എന്തെല്ലാം അവർ സാമ്പത്തികമായിട്ട് കൊണ്ടുവരുന്ന ഫണ്ട് ഇന്ന് കോടതി തന്നെ ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്, ഇതൊക്കെ എന്ത് രീതിയിൽ ഉപയോഗിക്കുന്നു, ഇതിന്റെ ആവശ്യമുണ്ടോ, ആരാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ അതേ സമയത്ത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം അവർക്ക് എത്രത്തോളം ധൈര്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണോ? ഇതിപ്പോ ദേവസ്വം കമ്മീഷൻ ശ്രദ്ധയിൽ വന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തെ പോലും അറിയിച്ചില്ല. ഇനിയും ഇതുപോലെ അവിടെ സ്വർണ്ണ ഉരുപ്പടികളും മറ്റും അവരുടെ ലോക്കറിലും മറ്റും ഉണ്ട്. ഇതിപ്പോ പുറമേ കാണുന്നതായതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ സംഭവത്തെ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള ഉരുപ്പടികൾ സ്വർണ്ണമായാലും ശരി ഏത് ദ്രവ്യങ്ങളായാലും ശരി അതിനെ മൊത്തം കണക്കെടുത്ത് പരിശോധിച്ച് അത് സർക്കാരിന്റെ കേരള സർക്കാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രത്യേകിച്ച് സ്വർണത്തിന്റെ വിഷയത്തിൽ 535 കിലോഗ്രാം സ്വർണം ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സുരക്ഷിതമായിട്ട് എത്രയും പെട്ടെന്ന് റിസർവ് ബാങ്കിന്റെ ഒരു അനുമതിയോടുകൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു സംവിധാനമുണ്ട്. അത് ഭാരത സർക്കാരും നേരത്തെ പറഞ്ഞ സംവിധാനമാണ്. അവിടെ സൂക്ഷിക്കാം. അത് സൂക്ഷിച്ചാൽ സുരക്ഷിതമായിരിക്കും. അവിടെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇത്തരത്തിലിരിക്കുന്ന എല്ലാ സ്വർണ്ണ ഉരുപ്പടികളും വിലപിടിച്ച എല്ലാ സാധനങ്ങളും ഇത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോക്കർ നിക്ഷേപിക്കുകയും അതിന് വേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം അതായത് ഏതൊക്കെ സാമ്യങ്ങളുണ്ടോ കണക്കെടുക്കുകയും
അത് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരുടെ പേര് നടപടി എടുക്കുകയും ചെയ്യണം. കാരണം ഇതോടുകൂടി പൂർണ്ണമായിട്ടും നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഈ സർക്കാരിന്റെയും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെയധികം നന്ദി ശ്രീ എസ് ജയകുമാർ പ്രതികരിച്ചതിന്.